ഉമേഷ്, ഇപ്പോൾ മന്ത്രി പറഞ്ഞത് ഈ ഇറങ്ങിയോടിയ നടനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏതായാലും മന്ത്രിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ നടി വിൻസി അലോഷ്യസിൻ്റെ വെളിപ്പെടുത്തലിൽ അത് ഗൗരവമായി തന്നെ കാണുന്നു. ഗൗരവതരത്തിലുള്ള അന്വേഷണം തന്നെ നടത്തുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ വളരെ വിവാദമായിരിക്കുന്നത് നടൻ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ്. ആ ഇറങ്ങി ഓടുന്ന നടൻ, നമ്മളിപ്പോൾ ഈ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കാണുന്നത് നടൻ ഷൈൻ ടോം ചാക്കോ തന്നെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. സംഭവം നടന്നത് ഇന്നലെ രാത്രി കൊച്ചിയിലെ എറണാകുളം നോർത്തിലുള്ള ഹോട്ടലായിരുന്നു. ഹോട്ടലിൽ ഡാൻസ് ഈ പാർട്ടി നടക്കുന്നുണ്ട്, ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്താൻ എത്തുന്ന വേളയിൽ തന്നെയാണ് 3-ാം നിലയിൽ നിന്ന് നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ സംശയ നിഴലിൽ തന്നെയാണ്. ഒരു നടി കൂടി ഗുരുതരമായ ആരോപണവും ആയി ഷൈൻ ടോം ചാക്കോക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. സിനിമാ സെറ്റിൽ പരസ്യമായി ലഹരി ഉപയോഗിക്കുന്നു. മാത്രമല്ല, ലഹരി ഉപയോഗിച്ചതിന് ശേഷം നടിയോട് മോശമായി പെരുമാറി. ഇതിപ്പോൾ സിനിമാ സംഘടനകളുടെ അടക്കം പിന്തുണയുണ്ട്. മന്ത്രിയും അക്കാര്യം തന്നെയാണ് പറഞ്ഞത്. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം സംബന്ധിച്ച് കൃത്യമായ നടപടി കൈക്കൊള്ളും. അതിൽ സിനിമാ സംഘടനകളെല്ലാം തന്നെ പിന്തുണ അറിയിക്കുകയും ചെയ്തു. ഏതായാലും ഉമേഷ്, നിലവിൽ ഇപ്പോൾ അറിയേണ്ടത്, മന്ത്രി പറഞ്ഞത് ഇക്കാര്യത്തിൽ മന്ത്രിക്ക് വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ വരുന്ന ഈ നമ്മൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിലുള്ളത് നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടല്ലോ നിലവിൽ. ഉമേഷ്. അതെ സിജു, അത് ഷൈൻ ടോം ചാക്കോ ആണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. പോലീസിൽ നിന്ന് തന്നെയാണ് ആ വിവരം ലഭിച്ചിരിക്കുന്നത്. ഇറങ്ങി ഓടുന്ന ആ CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു പരിശോധന ഈ കലൂർ നോർത്തിലുള്ള ഒരു ഹോട്ടലിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയത്. ഡാൻസ് ഓഫ് സംഘം അവിടെ പരിശോധനയ്ക്ക് എത്തുന്നു എന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ അവിടെ 3-ാം നിലയിൽ താമസിച്ചിരുന്ന ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയാണ്. റിസപ്ഷൻ വഴി പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ വിൻസി അലോഷ്യസിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ശക്തമായ പരിശോധനയും അന്വേഷണവും നടത്താൻ പോലീസും എക്സൈസും ഒക്കെ തീരുമാനിച്ചിരുന്നു. പോലീസിലെ ഡാൻസ് ഓഫ് സംഘം, കൊച്ചി സിറ്റി പോലീസിന് കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘം ലഹരിക്കെതിരെ ഉള്ള ഇത്തരം നടപടികൾ സ്വീകരിച്ചു വരുന്ന, ഇത്തരം പരിശോധനകൾ നടക്കുകയും കർശനമായ നടപടികളും സ്വീകരിച്ചു വരുന്ന സംഘമാണ്. ആ പ്രത്യേക സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത്. ഡാൻസ് ഓഫ് സംഘം ഇന്നലെ ഈ നോർത്തിലുള്ള ഈ ഹോട്ടലിൽ എത്തി പരിശോധന നടത്തുമ്പോഴാണ് ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ഷൈനെതിരെ വലിയ ഗുരുതരമായ വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ പരിശോധന. എന്നാൽ അവർക്ക് പിടികൊടുക്കാതെ നടൻ ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. അയാളെപ്പോഴും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഷൈനെ കണ്ടെത്താൻ ഉള്ള പരിശോധനകൾ പോലീസ് ഊർജിതമാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ഇപ്പോൾ നിലവിൽ ഏറ്റവും പുതുതായി 2 കേസുകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വന്നിട്ടുള്ളത്. ഒന്ന്, എറണാകുളം നോർത്ത് ഹോട്ടലിൽ നടന്ന ഈ എക്സൈസ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധനയ്ക്കിടെ ഇറങ്ങിയോടി. അതിൻ്റെ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് നടി വിൻസി അലോഷ്യസിൻ്റെ പരാതിയിൽ എക്സൈസ് വകുപ്പ് പോലീസ് കേസെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളിലും ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ സംശയ നിഴലിൽ തന്നെയാണ്. ഷൈൻ ടോം ചാക്കോയുടെ നേരെ തന്നെയാണ് പരാതി വരികയും ചെയ്തത്. മാത്രമല്ല, ഇതിനകത്ത് ഉയർന്ന ഒരു പ്രശ്നം ഉമേഷ്, കഴിഞ്ഞയാഴ്ച ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് പിടിയിലായ യുവതി വെളിപ്പെടുത്തിയത് സിനിമാ മേഖലയിൽ തന്നെയുള്ള മറ്റൊരു നടൻ്റെ പേര് കൂടി വെളിപ്പെടുത്തുകയും ചെയ്തു. ഇന്നലെ ഈ നോർത്ത് ഹോട്ടലിൽ ഈ പാർട്ടി നടക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോയോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നതായ വിവരങ്ങൾ പോലീസിനുണ്ടോ? പോലീസിന് ആരെങ്കിലും ഫോൺ വിളിച്ച് അറിയിക്കുക, രഹസ്യ സന്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണമല്ലോ പരിശോധന നടത്തി. മറ്റേതെങ്കിലും സിനിമാ താരങ്ങൾ ഉള്ളതായുള്ള വിവരങ്ങൾ ഉണ്ടോ? അങ്ങനെ പോലീസിന് ഒരു പക്ഷേ വിവരം ലഭിച്ചിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രഹസ്യമായി അവിടെ ചെല്ലുകയും പരിശോധനയ്ക്ക് ഒരുങ്ങുകയും ചെയ്തത്. പക്ഷേ എങ്ങനെയോ അവർ വരുന്ന വിവരം അറിഞ്ഞ് ഷൈൻ ടോം ചാക്കോ പോകുന്നു. ഈ ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം മറ്റാരൊക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യം ഇപ്പോൾ വ്യക്തതയില്ല. ഒരുപക്ഷെ പോലീസിന് അറിയുമായിരിക്കാം. പക്ഷേ അന്വേഷണത്തിലെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് ആ വിവരം അവർ പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ അതേക്കുറിച്ച് വിവരമില്ല. ഏതായാലും ഷൈൻ ടോം ചാക്കോയെ തേടി തന്നെയാണ് ഡാൻസ് ഓഫും പോലീസും ഒക്കെ ഉള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ അവിടെ എത്തിയത്. പക്ഷേ അവർ എത്തുമ്പോഴത്തേക്കും ഷൈൻ ടോം ചാക്കോ കടന്നു കളയുകയായിരുന്നു. ഇപ്പോഴും ഷൈൻ എവിടെയാണ് എന്നത് സംബന്ധിച്ചൊരു വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അധികം വൈകാതെ അയാളെ കണ്ടെത്താൻ കഴിയുകയും തുടർ നടപടിയിലേക്ക് പോവുകയും ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഈ ലഹരിയോടെയാണ് ഈ ആരോപണ വിധേയനെ പിടികൂടുന്നതെങ്കിൽ അത് ഏറെ ഗുരുതരമായ സാഹചര്യം ഉണ്ടാകും. അതല്ലാതെ ഉള്ള ആളെ കണ്ടെത്തിയാൽ എത്രത്തോളം അത് അന്വേഷണം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഏതായാലും ഇന്നലെ ഒരു വളരെ പ്രധാനപ്പെട്ട വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തിയത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ലഹരി ഉപയോഗം സംബന്ധിച്ച പരാതി അത് പക്ഷേ ഹോട്ടലിൽ നിന്നാകാം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് നേരിട്ട് കണ്ട ആരെങ്കിലും
പോലീസിന് വിവരം കൊടുത്തതായിരിക്കാം എന്ന് കരുതുന്നു. ഏതായാലും അതേക്കുറിച്ച് എന്തായാലും വെളിപ്പെടുത്തൽ വരാൻ സാധ്യതയില്ല. ആരാണ് ഈ വിവരം തന്നത് എന്നത് സംബന്ധിച്ച് പറയില്ല. അതിൻ്റേതായ രഹസ്യം കാത്തു സൂക്ഷിക്കേണ്ടി വരും. നിർണായകമായ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തിയതും ഷൈൻ ടോം ചാക്കോയെ പിടികൂടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതിന് പിടികൊടുക്കാതെ അയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ഏതായാലും ഇനി അയാളെ കണ്ടെത്തണം. ഒപ്പം ലഹരി ഉപയോഗം സംബന്ധിച്ച കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇന്നലെ അങ്ങനെ അതോടൊപ്പം തന്നെ ഉമേഷ്, ഇപ്പോൾ നിലവിൽ ഇനി കണ്ടെത്തേണ്ടതാണ്, അത് എക്സൈസ് അന്വേഷിക്കേണ്ടതാണ്, പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അവിടെ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്നോ, അത് ഈ ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നുള്ള പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. ഇവിടെ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടി പരാതി നൽകി. പക്ഷേ ഫിലിം ചേംബറിനാണ് പരാതി നൽകിയിരിക്കുന്നത്. പോലീസിന് ഔദ്യോഗികമായി പരാതി നൽകിയോ അല്ലെങ്കിൽ നൽകാനുള്ള തീരുമാനമുണ്ട്? ഇപ്പോൾ ഫിലിം ചേംബർ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ആർക്കൊക്കെയാണ് പരാതി നൽകിയിരിക്കുന്നത് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് വിൻസി അലോഷ്യസ് ഫിലിം ചേംബറിനും താരസംഘടനയായ അമ്മയ്ക്കും പരാതി രേഖാമൂലം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഈ നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ രണ്ട് സംഘടനകൾക്കും പരാതി നൽകിയിരിക്കുന്നത്. ഒന്ന് താരസംഘടനയാണ്, രണ്ടാമത്തേത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രവർത്തകരുടെ അടക്കം എല്ലാവരും ഉൾപ്പെടുന്ന സംഘടന എന്നുള്ള നിലയ്ക്കാണ് ഫിലിം ചേംബറിനും അവരുടെ ഒരു അപ്പെക്സ് ബോഡി എന്നുള്ള നിലയിൽ ഫിലിം ചേംബറിനും ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ രണ്ട് സംഘടനകളും ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. നേരത്തെ തന്നെ അവർ വിൻസി അലോഷ്യസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ച് അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിയൊക്കെ ഇന്നലെ അടിയന്തര യോഗം ചേർന്ന് വിൻസിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും വിൻസിയുടെ തുറന്നു പറച്ചിലിനെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഒപ്പം ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ നടൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയാൽ വേണ്ട നടപടി സ്വീകരിക്കാം എന്നുള്ള ഉറപ്പും വിൻസിക്ക് ഇന്നലെ താരസംഘടനയായ അമ്മ നൽകിയിട്ടുള്ളതാണ്. അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിയാണ് അടിയന്തര യോഗം ചേർന്ന് അക്കാര്യത്തിലൊരു തീരുമാനമെടുത്തത്. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇയാൾക്കെതിരെ, ഈ ആരോപണ വിധേയനെതിരെ നടപടി ഉണ്ടാകും. ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഈ സംഘടനകൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.